രാജ്യത്ത് നീറ്റ് എക്സാം എഴുതുന്ന 25 ലക്ഷം വിദ്യാർത്ഥികളും സ്വപ്നം കാണുന്ന എയിംസ് ഡൽഹിയിലാണ്. ഞാൻ 3 വർഷം റിപ്പീറ്റ് ചെയ്ത ആളാണ്. അപ്പം ഫസ്റ്റ് 2 വർഷം ചെയ്തപ്പോഴും ഗവൺമെൻറ് കോളേജ് കിട്ടുന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ തേർഡ് ഇയർ ചെയ്ത സമയത്ത് എൻ്റെ എയിം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗവൺമെൻറ് കോളേജ് ആയിരുന്നു. അപ്പം എനിക്ക് അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും ആ ലാസ്റ്റ് ഡേ മാറ്റേഴ്സ് ദ മോസ്റ്റ്. ആ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിച്ചാൽ നമ്മൾ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തതെല്ലാം പാളിപ്പോകും. ഞാൻ ചെയ്തത് ബയോളജി ഫസ്റ്റ് ചെയ്ത് പിന്നെ കെമിസ്ട്രി പിന്നെ ഫിസിക്സ് ചെയ്യും. പക്ഷെ അതേപോലെ തന്നെ ചെയ്തിട്ട് എൻ്റെ എക്സാമിൻ്റെ ടൈമിൽ വന്നൊരു ഫോൾട്ടേനും നമുക്ക് ബയോളജി ഡിഫിക്കൽട്ടായി, ഫിസിക്സ് ഈസിയായി. 2-3 തവണ ആദ്യം വായിച്ചിട്ട് മനസ്സിലാക്കാൻ നോക്കണം, വേർഡ് ബൈ വേർഡ് വായിച്ചിട്ട് നോക്കണം. പെട്ടെന്ന് ആൻസർ എഴുതാൻ നോക്കിയാൽ സില്ലി മിസ്റ്റേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടി വരും. അത് നമ്മളെ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. ബിക്കോസ് ഒരു എമർജൻസി നമുക്ക് വന്നാൽ അത് ടു ആൻ എക്സ്റ്റെൻറ്റ് നമ്മളിത് മാനേജ് ചെയ്യാൻ പഠിക്കണം. സോ ആ ഒരു സ്കില്ല് നമുക്ക് 3 മാസത്തെ റൂറൽ പോസ്റ്റിങ്സിൽ എന്തായാലും നമുക്ക് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ ഇവിടെ വായിക്കുന്ന ടെക്സ്റ്റ് ബുക്സ് ചില സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിൻ്റെ ഒക്കെ ഓതേഴ്സ് ആയിരിക്കും നമുക്ക് നേരിട്ട് വന്ന് ക്ലാസ് എടുക്കുക. സോ നമുക്ക് അതൊക്കെ ഭയങ്കര ഒരു പ്രൗഡ് മൂമെൻ്റ് ആണ്. നമുക്ക് അവരെ നേരിട്ട് കാണാനും അവരുടെ ക്ലാസ് കേൾക്കാനും അതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കിട്ടും. ഹായ് ഓൾ, ബെർലിൻ ടീം ഇന്ന് എയിംസ് ഡൽഹിയിൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം നിൽക്കുന്നത് 2020, 2021, 2022, 2023 വർഷങ്ങളിൽ ബ്രില്യൻറ്റിൽ പഠിച്ച് രാജ്യത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളായി എയിംസ് ഡൽഹിയിൽ അഡ്മിഷൻ നേടിയ ഏറ്റവും മിടുക്കികളായ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നൊരു സ്റ്റേജ് ഉണ്ടല്ലേ, കുറച്ച് ടെൻഷനൊക്കെ, ഇതൊക്കെ ഇവരുടെ ജീവിതത്തിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇവർ അതിനെ അതിജീവിച്ച് ഇന്ന് എത്തി നിൽക്കുന്നത് 25 ലക്ഷം, രാജ്യത്ത് നീറ്റ് എക്സാം എഴുതുന്ന 25 ലക്ഷം വിദ്യാർത്ഥികളും സ്വപ്നം കാണുന്ന എയിംസ് ഡൽഹിയിലാണ്. അപ്പോൾ ഇവരിൽ 2020 ബ്രില്യൻറ്റിൽ പഠിച്ച വിദ്യാർത്ഥികളുണ്ട്, 2022 ബ്രില്യൻറ്റിൽ പഠിച്ച വിദ്യാർത്ഥികളുണ്ട്, 2021 ബ്രില്യൻറ്റിൽ പഠിച്ച വിദ്യാർത്ഥികളുണ്ട്, 2023 ബ്രില്യൻറ്റിൽ പഠിച്ച വിദ്യാർത്ഥികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും അല്ല ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത്. ഈ ഒരു 4 വർഷത്തെ എടുത്തു കഴിഞ്ഞാൽ ഇനിയും വിദ്യാർത്ഥികൾ വരാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളേറെ അഭിമാനത്തോടുകൂടി ഇപ്പോൾ എത്തി നിൽക്കുന്നത് എയിംസ് ഡൽഹിയിലാണ്. അതായത് രാജ്യത്തെ നീറ്റ് എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും സ്വപ്നം കാണുന്ന ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിൽ എത്തി നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്, ചരിത്രത്തിൻ്റെ ഭാഗമായവരാണ്. അപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ കുട്ടികൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഒരു നീറ്റ് കാലഘട്ടം, അതുപോലെ ഇപ്പോൾ എത്തി നിൽക്കുന്ന എയിംസ് ഡൽഹിയിലെ ജീവിതം, ഇത് തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് അന്ന ബേസിൽ ഗോമസ്. എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞാൻ ബ്രില്യൻറ്റിലെ റിപ്പീറ്റർ ബാച്ച് ആയിരുന്നു 2019-20. 2020 ഞാൻ എയിംസിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇൻറ്റേൺ ആണ്. ഞാൻ ഹാനിയ റിയാസ്, എൻ്റെ വീട് കണ്ണൂരാണ്. ഞാൻ ബ്രില്യൻറ്റിൽ റെസിഡൻഷ്യൽ ബാച്ചിലാണ് പഠിച്ച 2022 നീറ്റ് എഴുതിയതാണ്. സ്കൂളിൽ പഠിച്ചത് മാരിമൗണ്ടിലേനു, കോട്ടയത്ത് തന്നെ. എൻ്റെ പേര് സമ മുബാറക്, ഞാൻ മലപ്പുറത്തു നിന്നാണ്. ഞാൻ ബ്രില്യൻറ്റിൽ റിപ്പീറ്റർ ബാച്ചിലായിരുന്നു, 2023 ബാച്ചിലായിരുന്നു പഠിച്ചത്. ഹായ്, എൻ്റെ പേര് നിമിഷ ബി. ഞാൻ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. ഞാൻ പാലാ ബ്രില്യൻറ്റിൽ 2020 റിപ്പീറ്റർ ബാച്ചിലായിരുന്നു. ഇപ്പോൾ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ് എയിംസ് ഡൽഹി. ഹലോ, എൻ്റെ പേര് അസ്ന ഷെറിൻ, ഞാൻ വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഞാൻ 23 നീറ്റ് എഴുതിയിട്ട് വന്നതാണ്. ഞാൻ പഠിച്ചത് കോഴിക്കോടിലെ ബ്രില്യൻ റിപ്പീറ്റ് ബാച്ചിലാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഹായ്, ഞാൻ വൈഷ്ണ ജയവർദ്ധനൻ. ഞാൻ കേരളത്തിൽ നിന്നും തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബ്രില്യൻറ്റിൻ്റെ റിപ്പീറ്റർ ബാച്ചിൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ ഇപ്പം നിങ്ങളുടെ കൂടെ ബ്രില്യൻറ്റിൻ്റെ റിപ്പീറ്റർ ബാച്ചിലെ സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രില്യൻറ്റിലെ 2 ഇയർ പ്രോഗ്രാം ബാച്ചിലെ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിപ്പം കുറേ അധികം റിപ്പീറ്റർ സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ മോഡൽ എക്സാംസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ 2 ഇയർ പ്രോഗ്രാമിലെ സ്റ്റുഡൻസും എല്ലാം ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഈ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവരും എയിംസ് ഡൽഹിയൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവർക്കെല്ലാം അറിയേണ്ട ഒരൊറ്റ ചോദ്യമായിരിക്കും, നിങ്ങളെങ്ങനെയാണ് എയിംസ് സ്വപ്നം കണ്ട് പഠിച്ചതെന്ന്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? പഠിക്കുന്ന കാലത്ത് ഞാനും ഫുൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പറ്റുമോ? കാരണം മാർക്സ് ആയാലും എപ്പോഴും വേരി ചെയ്യും. ചില സമയത്ത് നല്ല മാർക്ക് കിട്ടും, അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. പക്ഷെ നെക്സ്റ്റ് എക്സാമിൽ വീണ്ടും മാർക്ക് ഡ്രോപ്പ് ആവും, അപ്പോൾ തോന്നും നടക്കുമെന്ന്. പക്ഷെ എത്രയായാലും നമ്മൾ ആ മിസ്റ്റേക്സിൽ നിന്ന് പഠിച്ച് അതിൽ നിന്ന് ഡിസപ്പോയിൻറ്റഡ് ആവാണ്ട് മിസ്റ്റേക്സിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓരോ സ്റ്റെപ്പ് കയറി പോയാൽ നമുക്ക് റിസൾട്ട് എന്തായാലും നല്ലതായിരിക്കും. അത് നമുക്ക് ഇപ്പോൾ എയിംസ് ഡൽഹിയിൽ നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടും. ഹാർഡ് വർക്കിനുള്ള ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും. സോ അധികം സ്ട്രെസ് എടുക്കാണ്ട് നല്ലോണം പഠിച്ചു പോവുക. പിന്നെ എന്താ പറയുക, ഉറക്കം, സ്ലീപ്പ്, ഫുഡ്, അതൊക്കെ ശ്രദ്ധിക്കുക. പഠിക്കൽ മാത്രമല്ല ബാക്കി എല്ലാ ഫാക്ടേഴ്സും നമ്മുടെ റിസൾട്ടിനെ ബാധിക്കും. സോ അതെന്തായാലും
നമ്മൾ മൈൻഡിൽ വെക്കണം. സോ കുഴപ്പമില്ല, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 3 വർഷം റിപ്പീറ്റ് ചെയ്ത ആളാണ്. അപ്പം ഫസ്റ്റ് 2 വർഷം ചെയ്തപ്പോഴും ഗവൺമെൻറ് കോളേജ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ തേർഡ് ഇയർ ചെയ്ത സമയത്ത് എൻ്റെ എയിം എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു ഗവൺമെൻറ് കോളേജ് ആയിരുന്നു. അപ്പം ലൈക്ക് എനിക്ക് അത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എൻ്റെ ബെസ്റ്റ് കൊടുത്താൽ ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടുന്നുള്ള കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ലൈക്ക് ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കുക, പിന്നെ ബാക്കി കിട്ടുന്നിടത്ത് കിട്ടട്ടെ എന്ന രീതിയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അധികം ലാസ്റ്റിലോട്ടും ടെൻഷനൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എക്സാംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റ് എഴുതുക, ആൻഡ് തെറ്റിയതൊക്കെ അന്ന് തന്നെ ലൈക്ക് എഴുതി വേറൊരു സെപ്പറേറ്റ് നോട്ടിൽ വന്നിട്ട് എഴുതി വെക്കുക. പിന്നെ ടെൻഷൻ അടിക്കാതിരിക്കുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. അസ്ന പറഞ്ഞതൊരു വലിയ കാര്യമാണ് കേട്ടോ. കാരണം 3 വർഷം റിപ്പീറ്റ് ചെയ്ത വിദ്യാർത്ഥിയാണ്. ആദ്യത്തെ വർഷം റിപ്പീറ്റ് ചെയ്തു, ഒരു കട്ട് ഓഫിൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ടാവും. രണ്ടാമത്തെ വർഷം റിപ്പീറ്റ് ചെയ്യുന്നു, സെയിം. ആൻഡ് ദ തേർഡ് റിപ്പീറ്റ്, അത് വളരെ നിർണായകമായ ഒരു റിപ്പീറ്റായിരുന്നു. കാരണം എത്ര കഷ്ടപ്പെട്ടും ലക്ഷ്യം നേടിയെടുക്കും. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സീറ്റ് നേടണം എന്ന് ആഗ്രഹിച്ച അസ്ന ഇന്ന് എത്തി നിൽക്കുന്നത് എയിംസ് ഡൽഹിയിലാണ്. സോ മാർക്ക് ചെയ്തു. ഈ വർഷവും റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ വിദ്യാർത്ഥി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റുള്ളവരിലേക്കും ചോദിക്കാം. നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് ടെൻഷനിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ ആ ഒരു ടെൻഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളത് നമ്മുടെ എയിംസ് ഡൽഹിയിലെ ഏറ്റവും മിടുക്കികളായ വിദ്യാർത്ഥികളെ നമുക്ക് പറഞ്ഞുതരാം. ഇനി എക്സാമിന് 2 മാസമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഒരു ടെൻഷൻ ഉണ്ടാവും. അതിപ്പോൾ ഫസ്റ്റ് ടൈം എഴുതുന്ന ആളായാലും റിപ്പീറ്റർ ആയാലും എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ നല്ലതാണ്, അത് മോശം കാര്യമാണ് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ടെൻഷനാണ് നമ്മളെ കൂടുതൽ പഠിക്കാൻ, കൂടുതൽ എഫേർട്ട് ഇടാൻ നമ്മളെ പുഷ് ചെയ്യുന്നത്. പക്ഷേ ടെൻഷൻ ഒരു ലെവൽ കടന്നാൽ അത് ഹാംഫുൾ ആണ്. ബിക്കോസ് എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും ആ ലാസ്റ്റ് ഡേ മാറ്റേഴ്സ് ദ മോസ്റ്റ്. ആ ലാസ്റ്റ് ഡേയിൽ നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിച്ചാൽ നമ്മൾ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തതെല്ലാം പാളിപ്പോവും. അപ്പോൾ ടെൻഷനെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഉള്ളിലൊരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു സങ്കടം ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ വെക്കാതെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് പേരൻസ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ബ്രില്യൻ്റിലെ ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലാസ് ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പോൾ ഉള്ളിൽ വെക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. പിന്നെ ടെൻഷൻ വരുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ബുക്ക് അടച്ച് വെക്കുക, കുറച്ച് നേരം പുറത്തേക്ക് പോയി നടക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ സമയത്ത് കോവിഡായിരുന്നു. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലിരുന്നാണ് ഞാൻ പഠിക്കുന്നത്. അപ്പം ടെൻഷൻ കുറച്ച് കൂടുതലായിരുന്നു. എന്നാലും പറ്റുന്ന രീതിയിൽ വീടിൻ്റെ പുറത്തൊക്കെ ഒന്ന് നടക്കുക, ഒന്ന് മരങ്ങളും ചെടികളും ഒക്കെ ഒന്ന് കാണുക, പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഈ ലാസ്റ്റ് 2 മന്ത്സ് നമ്മളിപ്പോൾ എത്രത്തോളം ഇനിയിപ്പോൾ നമുക്ക് എല്ലാം പഠിച്ച് തീർക്കാൻ ഓബ്വിയസ്ലി ഹ്യൂമൻലി പോസിബിൾ അല്ല. പക്ഷേ എത്രത്തോളം ഞാൻ പഠിച്ചില്ല, ഇനിയും കുറേ കവർ ചെയ്യാനുള്ളൂ അങ്ങനെ ചിന്തിക്കാതെ ഞാൻ ഇത്രത്തോളം കവർ ചെയ്തിട്ടുണ്ട്, ഇത്രത്തോളം ഒരു എഫേർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് മതി. അതിൽ ഞാൻ കുറച്ചുകൂടെ ആ ഫൗണ്ടേഷൻ ഞാൻ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയാൽ എന്തായാലും എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നൊരു മൈൻഡ് സെറ്റ് വെക്കുക. കഴിയുന്നോളം ഇവരൊക്കെ പറഞ്ഞതുപോലെ കഴിയുന്നോളം മോക്ക് ടെസ്റ്റ് ചെയ്യുക. ബിക്കോസ് നമ്മൾ ആ ഒരു എക്സാം എൻവയൺമെൻറ്റിൽ ആ ഒരു 2 to 5 ടൈമിൽ ആ ഒരു എക്സാം എൻവയൺമെൻറ്റിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ഹാബിറ്റുവേറ്റഡ് ആവും നമ്മൾ ആ സമയത്ത്. അപ്പം ലാസ്റ്റ് ഡേ നമുക്ക് അത്ര ഡിഫിക്കൽട്ട് ആവില്ല. അവിടെ നമ്മൾ ചെല്ലുന്നു, വീട്ടിലിരുന്ന് നമ്മൾ 2 to 5 എക്സാം ചെയ്തതുപോലെ അവിടെ ചെല്ലുന്നു, സമാധാനമായിട്ട് എക്സാം എഴുതുന്നു. അപ്പോൾ ടെൻഷൻ ഇല്ലാണ്ടിരിക്കുക, മാക്സിമം കൂളായിട്ട് ചില്ലായിട്ട് ഈ ലാസ്റ്റ് 2 മന്ത്സ് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. ഇത്രയും കാലം കടന്നുപോയില്ലേ, ഇനി ഒരു ലാസ്റ്റ് 2 മന്ത്സിൻ്റെ എഫേർട്ട് കൂടെ ഉള്ളൂ, അതെന്തായാലും നിങ്ങൾക്ക് പറ്റും. സോ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നീറ്റ് എക്സാമിന് ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. അപ്പോൾ ഇപ്പോൾ മോഡൽ എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു പക്ഷേ എക്സാം ഹാളിനെ അപ്രോച്ച് ചെയ്യുന്നതിലൊക്കെ ചെറിയ വീക്കായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ ദ റിയൽ നീറ്റ് എക്സാം ഹാളിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഏറ്റവും കൃത്യമായിട്ട് എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് നമ്മുടെ വിദ്യാർത്ഥിനെ നമുക്ക് പറഞ്ഞു തരും. ചോദിക്കാം. എക്സാം ഹാളിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് നീറ്റിന് എഴുതണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ഉള്ള കുറേ കാലം, ഇപ്പോൾ നിങ്ങൾക്ക് ഇനി 2 മന്ത്സാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ ടൈമിൽ 2 to 5 ടൈമിൽ തന്നെ നീറ്റ് നടക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു OMR ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഡെയിലി വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈമിങ് വെച്ച് എവിടെയും പോവാണ്ട് ഇരുന്നിട്ട് എണീക്കാണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത് ഇങ്ങനെ ഹാബിച്വലായിട്ട് അതിന് അഡാപ്റ്റ് ആയിക്കോളും. എന്നിട്ട് എക്സാം ഹാളിലേക്ക് പോയി കഴിഞ്ഞാൽ നീറ്റ് എക്സാമിൻ്റെ അന്ന് നിങ്ങളിപ്പോൾ സാധാരണ ചെയ്യുന്ന രീതി, ഇപ്പോൾ ഞാൻ ചെയ്തത് ബയോളജി ഫസ്റ്റ് ചെയ്ത് പിന്നെ കെമിസ്ട്രി പിന്നെ ഫിസിക്സ് ചെയ്യും. പക്ഷെ അതേപോലെ തന്നെ ചെയ്തിട്ട് എൻ്റെ എക്സാമിൻ്റെ ടൈമിൽ വന്നൊരു ഫോൾട്ടേനും നമുക്ക് ബയോളജി ഡിഫിക്കൽട്ടായി, ഫിസിക്സ് ഈസിയായി. അപ്പോൾ എനിക്ക് ബയോളജിയിൽ കുറേ ടൈം വേസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായി. അപ്പോൾ അത് ഒഴിവാക്കാൻ നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അതിൽ ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് നോക്കുമ്പോൾ
ആ ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു സബ്ജക്റ്റ് അത് ഫസ്റ്റ് ചെയ്യുക, എന്നിട്ട് അടുത്തത് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ടൈമും നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൽ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് അന്നേരം തന്നെ നോക്കി കുറേ ടെൻഷൻ അടിച്ചിരിക്കണ്ട, അതൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റിൽ 15 to 20 minutes ടൈമിൽ അത് ചെയ്യാം. അപ്പം അങ്ങനെ നല്ലൊരു കാര്യം. അപ്പോൾ ഇപ്പം നമ്മുടെ ഡെയിലി ഉള്ള അല്ലെങ്കിൽ വീക്ക്ലി ഉള്ള മോഡൽ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് പ്രോസസ് റൂമിലൊക്കെ വന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അവർക്ക് ചില സില്ലി മിസ്റ്റേക്കുകൾ കാരണമാണ് മാർക്ക് പോകുന്നതെന്ന്. ഇപ്പം ബയോളജിയൊക്കെ എടുത്ത് പറയുവാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ അവർ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ചെറിയ ചെറിയ വാക്കുകൾക്കാണ് അവർക്ക് മിസ്റ്റേക്ക് വന്ന് മാർക്ക് നഷ്ടപ്പെടുന്നത്. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഒരു ഫേസിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ? ആദ്യമൊക്കെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ പറ്റിയിട്ടുണ്ടാവും. പക്ഷെ പിന്നെ പിന്നെ നിങ്ങൾ അത് ഇമ്പ്രൂവ് ചെയ്ത് ലാസ്റ്റ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പം നമുക്കറിയേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് അങ്ങനെയുള്ള സില്ലി മിസ്റ്റേക്കുകളെ ഓവർകം ചെയ്ത് ഇപ്പം നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള ഈ ഒരു എയിംസിൽ വന്നേ നമുക്കൊന്ന് അറിയണം. കുറേ കുട്ടികൾ പറയുന്ന പ്രശ്നം എന്താ വെച്ചാൽ അവർ ചിലപ്പോൾ ഉത്തരം അറിയും, ബട്ട് അവർ വായിച്ച രീതി തെറ്റാവും, അത് മനസ്സിലാക്കാൻ പറ്റിയില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇഫ് നമുക്ക് ഷുവറായിട്ട് അതറിയില്ല എന്താ അതിൻ്റെ ഉത്തരം, പിന്നത്തേക്ക് വെക്കാം. അല്ലെങ്കിൽ രണ്ട് മൂന്ന് തവണ ആദ്യം വായിച്ചിട്ട് മനസ്സിലാക്കാൻ നോക്കണം, വേർഡ് ബൈ വേർഡ് വായിച്ചിട്ട് നോക്കണം. പെട്ടെന്ന് ആൻസർ എഴുതാൻ നോക്കിയാൽ സില്ലി മിസ്റ്റേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ OMR ബബിൾ ചെയ്യുമ്പോൾ പലപ്പോഴും റോങ് കോളത്തിൽ ബബിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അത് മെയിനായിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിലൂടെ നമ്മൾ മനസ്സിൽ ആ ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞിട്ട് ബബിൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അത് ശരിയാവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ റിപ്പീറ്റർ സ്റ്റുഡൻസ് യൂണിറ്റ് വൈസ് മോഡൽ എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനി അവർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് ഓൾ യൂണിറ്റ് എക്സാംസ് ആണ്. അപ്പം ഈ ഓൾ യൂണിറ്റ് എക്സാംസ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചില ചാപ്റ്ററുകൾ അവർ മറന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ആ ചാപ്റ്ററുകൾ ആദ്യം തൊട്ട് ഒന്നോടെ വായിച്ചു തുടങ്ങുവാണോ ചെയ്യേണ്ടത്, അതെയോ എന്തായിരുന്നു നിങ്ങളുടെ ഒരു സ്മാർട്ട് വർക്ക്? നിങ്ങളിപ്പോൾ എല്ലാ യൂണിറ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ കമ്പൈൻ യൂണിറ്റ് ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനിയും ഒന്നുകൂടെ സെയിം ടോപ്പിക്ക് പിന്നെയും റിപ്പീറ്റ് ചെയ്യാണ്ട് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കണം. ഓൾറെഡി നിങ്ങൾ കമ്പൈൻ യൂണിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. നമ്മൾ ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും എവിടെയാണ് തെറ്റിപ്പോയത്, അല്ലെങ്കിൽ എന്താ ആ കൺസെപ്റ്റ് എന്താണ്, അതൊക്കെ കൂടുതൽ നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ ഇന്ന ഭാഗമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ അതിന് കൂടുതൽ ടൈം കണ്ടെത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പണ്ട് വല്ല ഷോർട്ട് നോട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും അത് റിവൈസ് ചെയ്യാൻ നോക്കുക. മെയിനായിട്ട് ഫിസിക്സിലൊക്കെയാണ് ഇത് കൂടുതൽ ഉണ്ടാവുക. ബിക്കോസ് ഫിസിക്സിലൊക്കെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്നുകൂടെ കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ട് നോക്കുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. എയിംസ് ഒക്കെ സ്വപ്നം കണ്ടുവരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ആ ഒരു എയിംസ് ഡൽഹി എന്ന് പറയുന്ന ആ ഒരു പേര് മാത്രമേ ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളൂ. എന്നാൽ ഇവിടെ ജീവിച്ച്, ഇവിടെ പഠിച്ച്, ഇവിടെ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് നമ്മോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം, ഇവിടുത്തെ ഒരു ക്ലിനിക്കൽ എക്സ്പോഷറൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്, എന്താണ് എയിംസ് ഡൽഹിയിലെ പഠനവും അതുപോലെ തന്നെ അതൊരു കരിയറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ ഫീൽ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാനിപ്പോൾ ഇവിടെ ഇൻറ്റേൺ ആണ്. ഇപ്പോൾ 2025 ജാനുവരിയിലാണ് ഇൻറ്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലിനിക്കൽ എക്സ്പോഷർ ഇൻ എയിംസ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. നമുക്ക് സെക്കൻഡ് ഇയറിൽ തന്നെ, നാട്ടിലും സെക്കൻഡ് ഇയറിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ഇവിടുത്തെ കേസസിൻ്റെ വോള്യൂം ആൻഡ് കേസസിലെ ചില മൈന്യൂട്ട് ഡിഫറൻസസ് ഉണ്ട്. ബിക്കോസ് ഇതൊരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ അതുപോലെ റെഫേർഡ് കേസസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് ആണ് ഇവിടെ അഡ്മിറ്റ് ആവുന്നത്. സോ നമ്മൾ സെക്കൻഡ് ഇയറിൽ തന്നെ ക്ലിനിക്കൽ പോസ്റ്റിങ്സ്, ഇപ്പോൾ മെഡിസിൻ, സർജറി, പീഡിയാട്രിക്സ് അതിൻ്റെയൊക്കെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹൈ ലെവൽ കേസസിൽ നിന്ന് തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ എക്സ്പോഷർ കിട്ടും. പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ പഠിച്ച് ഫൈനൽ ഇയർ എത്തുന്നതെങ്കിലും കേസസ് നമുക്ക് ഒത്തിരി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് എത്തിക്കഴിഞ്ഞാലും ഇൻറ്റേൺഷിപ്പിൽ നമുക്കിപ്പോൾ ഓരോ മാസം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോസ്റ്റഡ്. സോ കറൻ്റ്ലി ഞാൻ ഓഫ്താൽമോളജിയിലാണ് പോസ്റ്റഡ്. അപ്പോൾ നമുക്ക് OPD ഇരിക്കേണ്ടി വരും. OPD അലോങ് വിത്ത് സീനിയർ റെസിഡൻസ്, ജൂനിയർ റെസിഡൻസ് നമ്മളും സൈഡ് ബൈ സൈഡ് ഇരുന്ന് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാനും OPD വർക്കപ്പ് ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഓരോ മാസം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് അത്രയും എക്സ്പോഷർ കിട്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് PG എന്തെടുക്കണം എന്നുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടാൻ ഈ ഒരു ഇൻറ്റേൺഷിപ്പ് കാലഘട്ടം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല 3 മാസം നമുക്ക് റൂറൽ പോസ്റ്റിങ്സ് ഉണ്ട്. അത് ഹരിയാനയിലാണ് നടക്കുന്നത്. സോ നമ്മൾ അവിടെ പോയി സ്റ്റേ ചെയ്താണ് അവിടെ റൂറൽ പോസ്റ്റിങ്സ് ചെയ്യുന്നത്. ഇപ്പോൾ റൂറൽ പോസ്റ്റിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അവിടെ മെയിൻ ഡോക്ടേഴ്സ് നമ്മളാണ്. അവിടെ വർക്ക് ഫോഴ്സിൻ്റെ ഒരു
ഒരു നമ്പറിൻ്റെ ഒരു കുറവുണ്ട്. സോ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടി വരും. അത് നമ്മളെ ഒരു ഡോക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ്. ബിക്കോസ് ഒരു എമർജൻസി നമുക്ക് വന്നാൽ അത് ടു ആൻ എക്സ്റ്റെൻറ്റ് നമ്മളിത് മാനേജ് ചെയ്യാൻ പഠിക്കണം. സോ ആ ഒരു സ്കില്ല് നമുക്ക് 3 മാസത്തെ റൂറൽ പോസ്റ്റിങ്സിൽ എന്തായാലും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആസ് എ ഡോക്ടർ എങ്ങനെയാണ് എയിംസിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് അന്ന വളരെ ക്ലിയർ ആയിട്ട് നമ്മളോട് വ്യക്തമാക്കി തന്നു. ആൻഡ് ഇനി നമ്മുടെ കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹം ആ ഒരു MBBS പഠനം എങ്ങനെയാണ് എയിംസ് ഡൽഹിയിൽ, രാജ്യത്തെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ ഒരു പഠന രീതി അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നതെന്നൊക്കെ അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഇവിടുത്തെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൻ്റെ പ്രൊഫ് ഉണ്ടാവും, 3 സബ്ജക്റ്റ് ഉണ്ടാവുക. സെക്കൻഡ് ഇയർ ഇവിടെ 1.5 കൊല്ലമാണ്, ഇപ്പോൾ 3 സെമസ്റ്റർ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പ്രൊഫ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെക്കൻഡ് ഇയറിൽ തന്നെ ഇപ്പോൾ അന്ന പറഞ്ഞ പോലെ പോസ്റ്റിങ്സ് ഉണ്ട്. അപ്പോൾ പോസ്റ്റിങ്സിൻ്റെ അസസ്മെൻറ്റ് ഉണ്ടാവും സെക്കൻഡ് ഇയറിൽ തന്നെ. പിന്നെ തേർഡ് ഇയറിൽ വന്നു കഴിഞ്ഞാൽ എക്സാംസ് ഇല്ല, ജസ്റ്റ് പോസ്റ്റിംഗ് ഉണ്ടാവും, അതിൻ്റെ അസസ്മെൻറ്റ് ഉണ്ടാവും. റിട്ടേൺ എക്സാംസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഫൈനൽ ഇയറിലാണ് തേർഡ് ഇയറും ഫോർത്ത് ഇയറും കമ്പൈൻഡ് ആയിട്ടുള്ള ഫൈനൽ പ്രൊഫ് വരുന്നത്. പിന്നെ ഫൈനൽ ഇയറിലും പോസ്റ്റിങ്സ് ഉണ്ടാവും, അതിൻ്റെ അസസ്മെൻറ്റ്സ് ഉണ്ടാവും. പിന്നെ ഇൻറ്റേൺഷിപ്പിലായി കഴിഞ്ഞാലും ഇവിടെ നാട്ടിലത്തെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഹെക്റ്റിക് അല്ല. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ 5 വർഷത്തിന് 5000 രൂപ മാത്രമേ ഉള്ളൂ ഫീസായിട്ട്, ഹോസ്റ്റൽ ഫീസ് ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ലൈബ്രറി 24/7 ഓപ്പൺ ആണ്. പിന്നെ പല ബുക്സ് അവൈലബിളാണ്. പിന്നെ ഫാക്കൽറ്റിയും ഭയങ്കര ഹൈ ലെവൽ എഡ്യൂക്കേഷനുള്ള ഫാക്കൽറ്റിയാണ്. പിന്നെ ഇവിടെ മെസ്സിൽ ഓൾ ടൈപ്സ് ഓഫ് ഫുഡ് കിട്ടും. ഞാൻ വിചാരിച്ച് ഡൽഹിയിലായതുകൊണ്ട് കേരളത്തിലെ ഫുഡ് കിട്ടാൻ ഡിഫിക്കൽട്ടാവുന്നു, പക്ഷേ പല ക്വിസീൻസ് ഉള്ള ഫുഡും ഉണ്ട്. പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ്, മ്യൂസിക്കിന് നിങ്ങൾ എക്സ്ട്രാ കരിക്കുലേഴ്സ് ഒക്കെ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, ജിംഖാനയുണ്ട്. സോ എല്ലാ സ്പോർട്സും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് എന്ന് പറയുന്നത് അക്കാഡമിക് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെയുള്ള ഒരു ഫെസിലിറ്റിയാണ് സെറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ക്ലിനിക്കൽ എക്സ്പോഷർ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ IV ക്യാനിൽ ചെയ്യാനാണെങ്കിലും ഇൻറ്റുബേഷൻ ചെയ്യാനാണെങ്കിലും CPR ചെയ്യാനാണെങ്കിലും ഇതിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായി ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പേടി ഉണ്ടാവും. ആ പേടി മാറ്റാൻ വേണ്ടിയിട്ട് മാനിക്യാനിലൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കോൺഫിഡൻസ് വന്നതിന് ശേഷം നമുക്ക് പേഷ്യൻസിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് നല്ല ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നാട്ടിലുള്ള കോളേജിലൊക്കെ മിക്കവരും പറഞ്ഞു വിട്ടിട്ടുണ്ട് തീരെ ലീവില്ല എന്നൊക്കെ. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് ഒരു 1 ഇയറിൽ തന്നെ ലൈക്ക് ഒരു 1 മന്ത് ലീവും കിട്ടും. പിന്നെ ഡിസംബറിൽ ഒരു വിൻ്റർ വെക്കേഷൻ 15 ഡേയ്സും കിട്ടും. അപ്പം നാട്ടിലെ കോളേജിലൊക്കെ ലീവ് ഭയങ്കര കുറവാണ്. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ കൾച്ചറൽ ഫെസ്റ്റൊക്കെ ഉണ്ടാവും ഇവിടെ, ലൈക്ക് ഓണം സെലിബ്രേഷൻ, പിന്നെ മിക്ക സ്റ്റേറ്റിൻ്റെയും ഓരോ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. എനിക്കിവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ വെച്ചാൽ ഇവിടുത്തെ ക്ലാസ്സസ് ആണ്. ഇവിടെ നമുക്ക് ക്ലാസ് എടുക്കുന്ന ഓരോ പ്രൊഫസേഴ്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വായിക്കുന്ന ടെക്സ്റ്റ് ബുക്സ്, ചില സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിൻ്റെ ഒക്കെ ഓതേഴ്സ് ആയിരിക്കും നമുക്ക് നേരിട്ട് വന്ന് ക്ലാസ് എടുക്കുക. സോ നമുക്ക് അതൊക്കെ ഒരു ഭയങ്കര ഒരു പ്രൗഡ് മൂമെൻ്റ് ആണ്. നമുക്ക് അവരെ നേരിട്ട് കാണാനും അവരുടെ ക്ലാസ് കേൾക്കാനും അതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ 2025 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് മോട്ടിവേഷൻ നൽകുന്ന വാക്കുകളാണ് ഇവർ പറഞ്ഞത്. ഇത്രയൊന്നും പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ എയിംസ് ഡൽഹിയിൽ എത്തി നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മോട്ടിവേഷനാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ബ്രില്യൻറ്റിൽ റിപ്പീറ്റ് ചെയ്ത വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ 2 ഇയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്ന വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിനെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം, 3 വർഷം കൊണ്ട് റിപ്പീറ്റ് ചെയ്ത് വിജയത്തിലേക്ക് എത്തിയ വിദ്യാർത്ഥിനിയുണ്ട്. ആ വിദ്യാർത്ഥിനിയോട് ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റാരും പിന്നീട് ചോദിച്ചിട്ടുണ്ടാവില്ല എത്ര നാൾ റിപ്പീറ്റ് ചെയ്തു എന്ന്. പകരം ആ വിദ്യാർത്ഥി ഏറ്റവും അഭിമാനത്തോടുകൂടി പറയുന്നത്, അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെല്ലാം ഏറ്റവും അഭിമാനത്തോടുകൂടി പറയുന്നത്, ഞങ്ങളിപ്പോൾ എയിംസ് ഡൽഹിയിലെ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. അതിലും വലുതായി മറ്റൊന്നുമില്ല എന്ന സത്യം നിലനിൽക്കെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ആൻഡ് നമ്മളെ കേട്ടുകൊണ്ടിരുന്ന നീറ്റ് 2025 അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കും Brilliant Study Center, India's #1 coaching center for NEET and JEE.